ഈ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ എത്തിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ എത്തിക്സ് നിങ്ങൾക്കൊരു ന്യൂ ടോപ്പിക് ആയിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ഈ ഒരു അക്കാഡമിക് റൈറ്റിങ്ങുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ അക്കാഡമിക് റൈറ്റിംഗ് എവിടെ തുടങ്ങിയത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ നോളജ് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ ഒരു സംഭവം തുടങ്ങിയത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നോളജ് കിട്ടുക എന്നുള്ളതാണ്. നോളജ് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റിസർച്ച് ചെയ്തു. നോളജ് കിട്ടാൻ നമ്മൾ റിസർച്ച് ചെയ്തു. ആ റിസർച്ചിലൂടെ കിട്ടിയ നോളജ് നമ്മൾ എന്ത് ചെയ്തു? കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഡിസമിനേറ്റ് ചെയ്തു, ആളുകളിലേക്ക് എത്തിച്ചു. അപ്പം അതിന് ആണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. എന്ത് അക്കാഡമിക് റൈറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് റിസർച്ച് ചെയ്തു. റിസർച്ച് പ്രോപ്പർ ആണെങ്കിലേ നമുക്ക് കൃത്യമായിട്ടുള്ള നോളജ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള റിസർച്ചിലൂടെ കിട്ടിയ നോളജ് വീണ്ടും പ്രോപ്പർ വേയിലൂടെ നമ്മൾ ഡിസമിനേറ്റ് ചെയ്താലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ അത് ആളുകളിലേക്ക് ഒതൻറ്റിക് ആയിട്ടുള്ളൊരു നോളജായിട്ട് എത്തത്തുള്ളൂ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു നോളജായിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ദ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള റിസർച്ച് മുതൽ നമ്മളിത് പ്രോപ്പറാണ്, കൃത്യമാണ്, ശരിയാണ്, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ ഇച്ചിരി ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ എത്തിക്കലാണ് എന്ന് എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ധാർമ്മികമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ എത്തിക്കലായിട്ടാണ് ഈ ഒരു റിസർച്ച് കണ്ടക്റ്റ് നടക്കുന്നത് എന്ന് എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസർച്ചിൻ്റെ കണ്ടക്റ്റിൽ, റിസർച്ച് നടത്തുന്നതിൽ നമ്മൾ കുറച്ച് എത്തിക്കൽ നോംസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ എത്തിക്കൽ നോംസ് റിസർച്ച് പ്രോസസ്സിൽ, റിസർച്ചിൻ്റെ കണ്ടക്റ്റിൽ നമ്മൾ പാലിക്കുന്നതിനെയാണ് റിസർച്ച് എത്തിക്സ് എന്ന് ഉള്ള ടൈം കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ റിസർച്ച് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുന്നതിൽ, എത്തിക്കലായിട്ട് കണ്ടക്ട് ചെയ്യുന്നതിൽ പാലിക്കേണ്ട എത്തിക്കൽ നോംസ്, അതെന്തുകൊണ്ടാണ് ആവശ്യമായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്കത് എത്തിക്കൽ നോംസ് ആവശ്യമായിട്ടിരിക്കുന്നത്? ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ എത്തിക്കലായിട്ട് കണ്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ എത്തിക്കൽ നോംസ് അതിൽ പാലിക്കണം എന്ന് നിർബന്ധിക്കാൻ അല്ലെങ്കിൽ എന്ന് നിർബന്ധം പിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? റിസർച്ച് പ്രോസസ്സിൽ ഈ ഒരു എത്തിക്കൽ നോംസ് പാലിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം in order to maintain the trust, ethical guidelines ensure that research findings are reliable and verifiable. This promotes confidence in the scientific discoveries and scholarly output. നമ്മളിത് ഒരു റിസർച്ചിലൂടെ കിട്ടിയ നോളജ് ഡിസമിനേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കിട്ടുന്ന ഒരാൾക്ക്, അത് വായിക്കുന്ന ഒരാൾക്ക്, അല്ലെ അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈ ഒരു റിസർച്ചിലൂടെ കിട്ടിയ നോളജ് കറക്റ്റ് ആണ്, അല്ല വിശ്വസിക്കാവുന്നതാണ് എന്ന് തോന്നണമെങ്കിൽ ഈ റിസർച്ച് കൃത്യമായിട്ട് നടന്നിരിക്കണം, അല്ലെങ്കിൽ എത്തിക്കൽ നോംസ് അനുസരിച്ച് നടന്നതായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. റിസർച്ച് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടത് റിസർച്ച് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ഒരു നോളജ്, ഇതിലൂടെ ഈ റിസർച്ചിലൂടെ കിട്ടിയ നോളജ് ഡിസമിനേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആളുകൾക്ക് അതിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവണില്ല. ആളുകൾ അത് ഒതൻറ്റിക് ആണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ റിസർച്ച് നടന്നിരിക്കുന്നത് പ്രോപ്പറാണ്, എത്തിക്കലായിട്ടാണ് നടന്നിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ആ ഒരു നോളജിന് ഒതൻറ്റിസിറ്റി ഉള്ളൂ, ആളുകൾ അതിൽ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് എത്തിക്കൽ നോംസ് പാലിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എത്തിക്കലായിട്ട് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്താലാണ് നമുക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണെന്ന് ഞാൻ ഇനി വരുന്ന ഭാഗങ്ങളിൽ ഒക്കെ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അക്കൗണ്ടബിലിറ്റി. ഒരു റിസർച്ചർ തൻ്റെ റിസർച്ചിനോടും അതിൻ്റെ ഫൈൻഡിങ്ങിനോടും അക്കൗണ്ടബിൾ ആവണമെങ്കിൽ ഈ റിസർച്ച് നോംസ് പാലിച്ചേ മതിയാവും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം റിസർച്ചിന് പല സ്റ്റേജസ് ഉണ്ട്. ഈ എല്ലാ സ്റ്റേജിലും ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ്, റിസർച്ച് ടോപ്പിക്ക് ഫൈൻഡ് ചെയ്യുന്നത് തൊട്ട്, അതിനൊരു ഇനീഷ്യൽ സ്റ്റഡി നടത്തുന്നത് തൊട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് തൊട്ട്, മെത്തഡോളജി ഫിക്സ് ചെയ്യുന്നത് തൊട്ട്, ഡാറ്റ കളക്ഷൻ ഏരിയ, അങ്ങനെ അനാലിസിസ്, പിന്നെ അറ്റ് ദ എൻഡ് ഇതിൻ്റെ ഒരു ഫൈൻഡിങ്സ് നമ്മൾ ഡിസമിനേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ തലങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് എത്തിക്കൽ നോംസ് പാലിച്ച് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് റിസർച്ച് കണ്ടക്റ്റിൽ, റിസർച്ച് നടത്തുന്നതിൽ നമ്മൾ എന്തെല്ലാം എത്തിക്കൽ നോംസ് പാലിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻഫോംഡ് കൺസെന്റ്. ഈ ഇൻഫോംഡ് കൺസെന്റ് കാര്യം വരുന്നത് നമ്മുടെ റിസർച്ചിൽ ഒരു ഹ്യൂമൻ പാർട്ടിസിപ്പന്റ് ഉണ്ടാകുമ്പോഴത്തേക്കാണ്. അത് സയന്റിഫിക് റിസർച്ചിലും ഹ്യൂമൻ പാർട്ടിസിപ്പന്റ് ഉണ്ടാവും, ക്ലിനിക്കൽ റിസർച്ചൊക്കെ ഉണ്ടാവാം, അതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസ് റിസർച്ചിലുണ്ടാകും. കാരണം നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ആളുകളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഫോംഡ് കൺസെന്റ്, അതായത്
ഈ ഒരു റിസർച്ചിൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് അവരുടെ ഒരു സമ്മതം നമ്മൾ വാങ്ങിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ സമ്മതം ചുമ്മാ വാങ്ങിച്ചാൽ പോരാ. അവരുടെ സമ്മതം വാങ്ങിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അവർക്കുണ്ടാകാവുന്ന കാര്യങ്ങൾ, അവർക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അവരെന്തെല്ലാം കാര്യങ്ങൾ അവർക്കുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമ്മൾ അവരെ ഇൻഫോം ചെയ്തിട്ട് വേണം ആ ഒരു കൺസെന്റ് അവിടെ നിന്ന് വാങ്ങിക്കാൻ. They must voluntarily agree to participate without any coercion. And the participants must be given clear and understandable information about the purpose, the risk. ഇതിൽ പങ്കെടുക്കുന്നവർ അവർക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടാവില്ല അത്, ആൻഡ് ദ ബെനിഫിറ്റ്, അതിനകത്ത് ഈ ഒരു റിസർച്ചിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതിനുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, അങ്ങനെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം കൃത്യമായിട്ട് അവരെ ഇൻഫോം ചെയ്തിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് വാങ്ങിച്ചു, ആളുകളുടെ നിന്ന് വാങ്ങിച്ചു, അവരെ ഇൻഫോം ചെയ്തു ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അവരൊരു കൺസെന്റ് തന്നു. രണ്ടാമത്തെ ഒരു നോം എന്ന് പറയുന്ന ഒരു എത്തിക്കൽ നോം എന്ന് പറയുന്നത് ഈ കിട്ടുന്ന ഡേറ്റ കോൺഫിഡൻഷ്യൽ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് റിസർച്ചറിന് പറ്റണം. So researcher must protect the privacy and confidentiality of the participants' personal data. നമ്മളൊരു സർവേ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ നടത്തി ആളുകളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആളുകളുടെ ബ്ലഡ് സാമ്പിളുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, അവരുടെ ഒരു ഡിസീസിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ കളക്ട് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഡേറ്റയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഈ റിസർച്ചറിന് കടമയുണ്ട്. അതും ഈ രണ്ടാമത്തെ ഒരു എത്തിക്കൽ നോമാണ് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത്. മൂന്നാമെന്ന് പറഞ്ഞാൽ മിനിമൈസ് ഹാം ടു ദ പാർട്ടിസിപ്പൻസ്. റിസർച്ചർ ഷുഡ് അവോയ്ഡ് കോസിങ് ഹാം, ഇറ്റ് ഈസ് ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ടു ദ പാർട്ടിസിപ്പൻസ്. പാർട്ടിസിപ്പൻസിന് ഹാം ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും നമ്മുടെ റിസർച്ചിൽ അവരെ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. The principle extends to the entire research process, including during the data collection, analysis and dissemination of the results. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഒരു ഇൻഫോംഡ് കൺസെന്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഉണ്ടാകാവുന്ന റിസ്ക്കും കാര്യങ്ങളും ഒക്കെ കാണിക്കും. പക്ഷെ മാക്സിമം ഹാം ഒഴിവാക്കി, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു റിസർച്ച് പ്രോസസ് നടത്താൻ. അത് എൻഷുർ ചെയ്യേണ്ടത് റിസർച്ചറാണ്. ആ ഒരു കാര്യം റിസർച്ച് എത്തിക്സിന്റെ ഭാഗമാണ്. പിന്നെ ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഇൻ റിപ്പോർട്ടിംഗ് ദ റിസർച്ച്. അതായത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു, ആ ഡേറ്റ കളക്ഷനിൽ ഡേറ്റ ഫാബ്രിക്കേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരു ഫാൾസിഫിക്കേഷൻ, കിട്ടിയ ഡേറ്റയെ നമ്മൾ ഫാൾസിഫൈ ചെയ്യരുത്, അതിനെ തിരുത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് എൻഷുർ ചെയ്യുക എന്നുള്ളതും ഈ ഒരു റിസർച്ച് കണ്ടക്റ്റുള്ള എത്തിക്കൽ നോമിന്റെ ഭാഗമാണ്. Honesty and integrity should be kept in the entire process of research. They must ensure that their research results are presented transparently, including any limitations or negative results. Okay, this prevents the scientific record. This prevents the distortion of the scientific record. Then അഞ്ചാമത്തെ ഒരു ethical norm in the conduct of research എന്ന് പറയുന്നത് conflict of interest ആണ്. Researcher must disclose any financial, personal interest that might influence their research. നമ്മുടെ ഒരു റിസർച്ച് സ്റ്റഡി നടത്തുമ്പോൾ അത് ചിലപ്പം ഒരു ഈ ഏജൻസി ഫണ്ട് ചെയ്യുന്നുണ്ടാവും. ആ ഏജൻസി ഫണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോ നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സ് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് തന്നെ അവർക്ക് ഫേവറബിൾ ആകാനായിട്ടുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പോസിബിൾ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ്, പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യണം. നമ്മുടെ ഒരു റിസർച്ച് ആർട്ടിക്കിളിലൊക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ സാധാരണ ഇടാറുണ്ട്. നമ്മുടെ ഫണ്ടിങ് ഏജൻസി ഏതാണ്, അത് ഏത് ലെവലിലൊക്കെയാണ്, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളോട് നമ്മളെ ബാധിക്കുന്നത്, നമ്മൾ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതാണ് ഇതിനകത്ത് പറഞ്ഞത്. കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ അറൈസ് ഇഫ് എ റിസർച്ചർ ഹാസ് എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇൻ ദ ഔട്ട്കം ഓഫ് ദ സ്റ്റഡി, സച്ച് എസ് ഫിനാൻഷ്യൽ സ്പോൺസർഷിപ്പ് ഫ്രം എ കമ്പനി ഹൂസ് പ്രോഡക്റ്റ് ഈസ് ബീങ് സ്റ്റഡീഡ്. അപ്പം ഒരു ഫണ്ടിങ് ഏജൻസി ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബയസ് ഒക്കെ പേഴ്സണലായിട്ട് ചിലപ്പോൾ ഈ റിസർച്ചറിന്റെ ഭാഗത്തു നിന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബയസ് ഒഴിവാക്കണം എന്ന് മാത്രമല്ല, അപ്പൊ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അത് ഡിസ്ക്ലോസ് ചെയ്യുകയും വേണം. സോ ട്രാൻസ്പെറൻസി ഇൻ ഡിസ്ക്ലോസിങ് കോൺഫ്ലിക്ട്സ് help to maintain the credibility
ഓഫ് ദ റിസർച്ച്. നമ്മൾ റിസർച്ച് ഫൈൻഡിങ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം കൂടെ അതിന്റെ കൂട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇന്ന ഫണ്ടിങ് ഏജൻസീസ് ഒക്കെ നമ്മൾ ഫണ്ട് സ്വീകരിച്ചു, അല്ലെങ്കിൽ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഏജൻസി നമ്മളെ സപ്പോർട്ട് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് ഉള്ളതാണ്. പിന്നെ റെസ്പെക്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താണ് നമ്മൾ വിശദമായിട്ട് വേറൊരു സെഷനിലാണ് കാണുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഞാനാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഇന്റലക്ച്വൽ വർക്കിന്റെ ഒരു ഫലമാണ് എൻ്റെ റിസർച്ച് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് എൻ്റെ പ്രോപ്പർട്ടിയാണ്, എൻ്റെ ഇന്റലക്റ്റിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അത് ഞാൻ ഓൺ ചെയ്യുന്ന കാര്യമാണ്. സോ ദിസ് ഇൻക്ലൂഡ്സ് റിസർച്ചർ മസ്റ്റ് റെസ്പെക്ട് ദ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓഫ് അതേഴ്സ്. അപ്പൊ നമ്മൾ പ്ലേജറിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരാളുടെ ഒരു ഐഡിയയോ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ നമ്മളത് അക്നോളജ് ചെയ്തിരിക്കണം. അല്ലാതെ നമ്മുടേതായിട്ട് നമ്മളൊരു സ്റ്റീൽ ചെയ്ത് നമ്മുടേതായിട്ട് ഉപയോഗിച്ച് അതിനെ പ്ലേജറിസം എന്ന് പറയും. പറഞ്ഞാൽ ദിസ് ഇൻക്ലൂഡ്സ് ഒബ്റ്റെയിനിങ് പെർമിഷൻ ടു യൂസ് കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ. അതിപ്പോ ഒരു ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തൊരു വീഡിയോ ആകാം, അല്ലെങ്കിൽ ഒരു ഓഡിയോ കണ്ടന്റ് ആകാം, അല്ലെങ്കിൽ ഒരാൾ കളക്ട് ചെയ്ത ഡേറ്റ ആവാം. അത് അയാളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അയാളുടെ കോപ്പിറൈറ്റഡ് മെറ്റീരിയൽ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓഫ് ദ അതർ പേഴ്സൺ ഷുഡ് ബി റെസ്പെക്റ്റഡ് ആൻഡ് മസ്റ്റ് ബി അക്നോളജ്ഡ്. അത് എത്തിക്കൽ കണ്ടക്ട് ഓഫ് റിസർച്ചിന്റെ ഭാഗമാണ്. Then fair treatment of colleagues and subordinates. Ethical research practices also include fair treatment of colleagues, research assistants and students. Researchers should not exploit the labor of others for their own personal benefit and they must credit all contributions appropriately. ഇപ്പൊ നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് മാത്രമല്ല റെസ്പെക്ട് ചെയ്യേണ്ടതും അക്നോളജ് ചെയ്യേണ്ടതും ഈ ഒരു റിസർച്ച് പ്രോസസ്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സ് ആവാം, അല്ലെങ്കിൽ റിസർച്ച് സ്കോളേഴ്സ് ആവാം, സ്റ്റുഡൻസ് ആയിരിക്കും. അവരുടെ കോൺട്രിബ്യൂഷനും ഇതിനകത്ത് നമ്മൾ റെസ്പെക്ട് ചെയ്യുകയും അക്നോളജ് ചെയ്യുകയും വേണം. അപ്പൊ അതും പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് ആനിമൽ റിസർച്ച് എത്തിക്സ്. നമ്മൾ ഹ്യൂമൻസ് റിസർച്ചിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻഫോംഡ് കൺസെന്റും അവരുടെ പ്രൈവസിയും ഒക്കെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഫോർ റിസർച്ച് ഇൻവോൾവിംഗ് ആനിമൽസ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു മിനിമൈസ് ഹാം ടു ദി ആനിമൽസ് ആൻഡ് ടു ഫോളോ എത്തിക്കൽ ഗൈഡ്ലൈൻസ് റിഗാർഡിംഗ് ദർ യൂസ്. അപ്പോൾ ആനിമൽസിനെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പോൾ ക്ലിനിക്കൽ റിസർച്ച് ഒക്കെ ആണെങ്കിൽ ആനിമൽസിനെ അത് പരീക്ഷിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഒരു മെഡിസിൻ ഒക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിസർച്ചിൽ ആനിമൽസിനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമൈസ് ഹാം, അതിനെ ഹാം ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റീസ് മാക്സിമം മിനിമൈസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളൊരു എത്തിക്കൽ പ്രോസസ്സിൽ ഒരു എത്തിക്കൽ റിസർച്ചിൽ നമ്മൾ ഏർപ്പെടേണ്ടത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഏജൻസീസ് ഉണ്ട്. അവർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അവര് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് തരുന്നത് ആ ഗൈഡ് ലൈൻസ് പ്രോപ്പറായിട്ട് പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആനിമൽസിനെ നമ്മുടെ റിസർച്ച് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ മിനിമൈസ് ദ ഹാം ദാറ്റ് മേ അഫക്ട് ദ ആനിമൽ participants. അത് ഇമ്പോർട്ടന്റ് ആണ് റിസർച്ച് പ്രോസസ്. ദീസ് ആർ ദ എത്തിക്കൽ നോംസ്, മേജർ എത്തിക്കൽ നോംസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മുടെ മേജർ എത്തിക്കൽ നോംസ് that has to be followed in the conduct of research or in the process of research. That is what is called research ethics എന്ന് പറയുന്നത്. ദെൻ അടുത്ത സ്റ്റേജ് നമ്മൾ ഒരു ഡേറ്റ കളക്ഷനിലേക്ക് പോകുമ്പോഴത്തേക്ക്, ഡേറ്റ കളക്ഷനും റിസർച്ചിന്റെ ഭാഗമാണ്. ഡേറ്റ കളക്ഷൻ പോകുമ്പോഴത്തേക്കും we should keep the integrity of data. Data integrity should be kept. That means it is essential to collect and analyze data with accuracy and integrity. Researchers shouldn't avoid manipulating data to fit to their hypothesis or expected outcome. ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചുള്ള റിസർച്ചിനെ ഒരു അസംഷൻ ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ റിസർച്ചിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ റിസർച്ച് ഒരു ഫൈൻഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്ത് ഫൈൻഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് വുഡ് ഐദർ പ്രൂവ് ദ ഹൈപ്പോത്തസിസ് ഓർ ഡിസ്പ്രൂവ് ദ ഹൈപ്പോത്തസിസ്. സോ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് പ്രോപ്പർ ആയിരിക്കണം, എത്തിക്കൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണം, എത്തിക്കൽ ആയിരിക്കണം, അതിന്റെ ഒരു ഇന്റഗ്രിറ്റി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഹൈപ്പോത്തസിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം നമ്മൾ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യരുത് എന്നുള്ളതും എത്തിക്കൽ പ്രാക്ടീസിന്റെ ഭാഗമാണ്. Then data storage and sharing. Researchers must store data securely and ensure that it is accessible for future verification and replication. Privacy keep ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഹ്യൂമൻ പാർട്ടിസിപ്പൻസ് ആണെങ്കിലും പേഴ്സണൽ ഡേറ്റ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റയുടെ പ്രൈവസി കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. കാരണം
വെരിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും, നമ്മുടെ റിസർച്ച് ഔട്ട്പുട്ടിന്റെ വെരിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു ഡേറ്റ ആവശ്യമാണ്. നമുക്ക് ഒരു പ്രോപ്പർ മെത്തഡോളജി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പർ മെത്തഡോളജി നമ്മുടെ റിസർച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊരാൾ ഇതേ ഡേറ്റ ഉപയോഗിച്ച്, ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ഈ ഒരു സ്റ്റഡി നടത്തിയാൽ സെയിം അല്ലെങ്കിൽ സിമിലർ റിസൾട്ട്സ് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിസർവേഷൻ ഓഫ് ഡേറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So researchers must store data securely and ensure that it is accessible for future verification and replication. Replication എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഡേറ്റ ഉപയോഗിച്ച് അതേ മെത്തഡോളജിയിലൂടെ നമ്മൾ ഈ ഒരു വേറൊരാൾ വന്ന് ഈ ഒരു സംഭവം, ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയാലും റിസൾട്ട്സ് സിമിലർ ആയിരിക്കണം അല്ലെങ്കിൽ റിസൾട്ട് സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. If data sharing is possible, researchers should share their data with others while ensuring confidentiality where necessary. ചിലപ്പോൾ പബ്ലിക്കേഷനൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചില പബ്ലിഷിംഗ് ഏജൻസീസ്, ജേണൽ, എഡിറ്റോറിയൽ ബോർഡൊക്കെ നമ്മളോട് ഈ ഡേറ്റ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയാറുണ്ട്. കാരണം അവർക്കത് വെരിഫൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ പക്ഷേ വി ഷുഡ് എൻഷുർ ദാറ്റ് the privacy and security of the data is preserved. Then data analysis and transparency. Researchers should clearly explain how data is analyzed and statistical methods used and should be open to scrutiny by others in the field. അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ മെത്തഡോളജി നമ്മളൊരു റിപ്പോർട്ടിങ്ങിന്റെ ഭാഗം, നമ്മളൊരു ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ റിസൾട്ട്സ് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മെത്തഡോളജി നമ്മൾ കൃത്യമായിട്ട് എഴുതുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. റിസർച്ചേഴ്സ് ഷുഡ് ക്ലിയർലി എക്സ്പ്ലെയിൻ ഹൗ ഡേറ്റ ഈസ് അനലൈസ്, എങ്ങനെയാണ് ഡേറ്റ അനലൈസ് ചെയ്തത്, എന്തെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണ് ഉപയോഗിച്ചത് എന്നൊക്കെ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്താലേ അതിനെ വെരിഫൈ ചെയ്യാനും അല്ലെങ്കിൽ മറ്റൊരാൾ വന്ന് ഇതിന്റെ ഒതന്റിസിറ്റി ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രോപ്പർ ആകാനായിട്ട് ഇടയാകത്തുള്ളൂ. അപ്പോൾ അതും എന്തിന്റെ ഭാഗമാണ്? ഒരു എത്തിക്കൽ നോംസിന്റെ ഭാഗമാണ് ഇൻ ദ പ്രോസസ് ഓഫ് ദ കണ്ടക്ട് ഓഫ് ദ റിസർച്ച്. സോ അതാണ് ഡേറ്റ കളക്ഷനും അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിസർച്ചർ പാലിക്കേണ്ട, റിസർച്ചർ ഫോളോ ചെയ്യേണ്ട എത്തിക്കൽ നോംസ് എന്ന് പറയുന്നത്. ഇനിയും എത്തിക്സ് ഇൻ കൊളാബറേറ്റീവ് റിസർച്ച്. റിസർച്ച് പലപ്പോഴും ഒരു സിംഗിൾ പേഴ്സൺ മാത്രമല്ലായിരിക്കും ഒരു റിസർച്ച് ചെയ്യുന്നത്. റിസർച്ച് കൊളാബറേറ്റീവ്ലി ചെയ്യാൻ പറ്റും. അതായത് മറ്റാളുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത്. ചില റിസർച്ച് ആർട്ടിക്കിളൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, അതിനകത്ത് 10-20 ഒക്കെ ഓതേഴ്സ് ഉണ്ടാവും. കാരണം അവരെല്ലാവരും ഈ റിസർച്ചിന്റെ പല ഘട്ടങ്ങളിൽ ഈ റിസർച്ചുമായിട്ട് കൊളാബറേറ്റ് ചെയ്തവരാണ്. അപ്പൊ അങ്ങനെ ഒരു കൊളാബറേറ്റീവ് റിസർച്ച് നമുക്ക് പോസിബിൾ ആണ്. നിങ്ങൾ നൊബേൽ ലോറൈറ്റ്സിന്റെ ഒക്കെ നിങ്ങൾ കാര്യം വരുമ്പോഴത്തേക്കും ചില നൊബേലിലൊക്കെ 2-3 പേർക്ക് ഒരുമിച്ചൊക്കെ കിട്ടാറുണ്ട്. കാരണം അവർ ഒരുമിച്ച് ചെയ്ത ഒരു റിസർച്ചിന്റെ റിസൾട്ട് വളരെ സിഗ്നിഫിക്കന്റ് ആകുമ്പോഴത്തേക്ക് അതിന് നൊബേൽ പ്രൈസ് കൊടുക്കുമ്പോൾ അതുമായിട്ട് ആ ഒരു റിസർച്ചിൽ ഉണ്ടായ എല്ലാവർക്കും ആ ഒരു പ്രൈസ് കിട്ടും. അങ്ങനെ കൊളാബറേറ്റീവ് റിസർച്ച് നടക്കാറുണ്ട്. ഈ കൊളാബറേറ്റീവ് റിസർച്ചിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട എത്തിക്കൽ നോംസ് എന്തൊക്കെയാണെന്നാണ് തുറന്നു വരുന്നത്. ക്ലിയർ ആട്രിബ്യൂഷൻ ഓഫ് ഓതർഷിപ്പ്. നമ്മളൊരു റിസർച്ച് കൊളാബറേറ്റീവ്, അതായത് മറ്റാളുകളുമായിട്ട് സഹകരിച്ച് നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ ഓതർഷിപ്പ് ഷുഡ് റിഫ്ലക്ട് ദ സിഗ്നിഫിക്കന്റ് ഇന്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ ടു ദ റിസർച്ച്. അതിന്റെ ഈ ഒരു കൊളാബറേഷനിൽ ഉൾപ്പെടുന്ന ആളുകളെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും, അവരുടെ ഒരു ആരൊക്കെയാണ് ഇതിനകത്ത് കൊളാബറേറ്റ് ചെയ്യുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂഷൻ നടത്തിയ ആളുകളെ വേണം നമ്മൾ ഒതന്റിക്കായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ. അത് പ്രധാനപ്പെട്ടാണ് എത്തിക്കൽ നോംസ് ഫോളോ ചെയ്യുക എന്നുള്ളതിൽ. ദിസ് ഇൻക്ലൂഡ് കൺസെപ്ച്വലൈസിങ് ദ റിസർച്ച് ക്വസ്റ്റ്യൻ, ഡിസൈനിങ് ദ സ്റ്റഡി, അനലൈസിങ് ദ ഡേറ്റ, റൈറ്റിംഗ് ദ പേപ്പർ. ഇങ്ങനെ പല ഏരിയയിലും ഇപ്പോൾ ഒരുമിച്ച് റിസർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ആളുകൾക്ക് നമ്മൾ ഈ ഒരു വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഓരോ ആളുകൾ ഓരോ ഫീൽഡിലായിരിക്കും ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. ചില ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, ഡേറ്റ അനാലിസിസ് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് പ്രോസസ്സിൽ നമ്മുടെ ഒരു റിസർച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റൈറ്റിംഗ് പ്രോസസ്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ. അപ്പൊ അങ്ങനെ സബ്സ്റ്റാൻഷ്യലി ഈ ഒരു റിസർച്ചിനോട് സഹകരിച്ചവരെ മാത്രമേ നമുക്ക് അതിന്റെ ഓതേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഈ ഒരു റിസർച്ചിന്റെ കൊളാബറേറ്റേഴ്സ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ, അതിനകത്ത് ചേർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിനകത്ത് ചില അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഉണ്ടാവാനായിട്ട് ഇടയുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്ന ഗോസ്റ്റ് റൈറ്റിംഗ്, ഗിഫ്റ്റ് ഓതർഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അത് റിസർച്ചിൽ പാലിക്കേണ്ട എത്തിക്സിന്റെ ഭാഗമാണ്, എത്തിക്കൽ നോംസിന്റെ ഭാഗമാണ് ഈ ഗോസ്റ്റ് റൈറ്റിംഗ്, ഗിഫ്റ്റ് ഓതർഷിപ്പ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആദ്യം അത് എന്താണെന്ന് നമ്മൾ അറിയണം. എന്താണ്
ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ പേഴ്സൺ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻറ്റ്ലി ടു ദി കണ്ടന്റ് ഓഫ് എ മാനുസ്ക്രിപ്റ്റ് ബട്ട് ഈസ് നോട്ട് ക്രെഡിറ്റഡ് ആസ് എൻ ഓഥർ. ദ ആക്ച്വൽ റൈറ്റർ ഇപ്പോൾ ഒരാളൊരു ആർട്ടിക്കിൾ എഴുതി, അല്ലെങ്കിൽ ആ എഴുത്തിൽ ഈ റിസർച്ചിന്റെ ഇതൊരു റൈറ്റിംഗ് പ്രോസസ്സിൽ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പം അദ്ദേഹത്തിന്റെ പേര് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മളൊരു റിസർച്ചിന്റെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഗോസ്റ്റ് റൈറ്റിംഗ് ആണ്. അപ്പൊ ആ ഒറിജിനൽ ഓതറെയാണ് നമ്മൾ ഗോസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ റിസർച്ച് പ്രോസസ്സിൽ സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഹെൽപ്പ് ചെയ്ത ആരെയും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് റിസർച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എ റിസർച്ചർ, അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കി, എ റിസർച്ചർ ഓർ സ്കോളർ who hires a professional writer to craft their research paper but does not credit the writer as an author. Instead, the scholar is listed as the sole author. Another practice related to the അതായത് ഞാൻ റിസർച്ച് ചെയ്തു, ആ റിസർച്ചിന്റെ റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വേണം? അക്കാഡമിക് റൈറ്റിംഗ് വേണം. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു റിപ്പോർട്ട് ഫോം ചെയ്തെടുക്കുകയാണ്. അതായത് ആ വ്യക്തി അതിന്റെ തുടക്കം തൊട്ട് പ്രീ റൈറ്റിംഗ് സ്റ്റേജ് തൊട്ട് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് വരെ സെറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അതൊരു സബ്സ്റ്റാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ആ ആളുടെ പേര് ഉൾപ്പെടുത്താതെ ഈ ഒരാളുടെ ഈ റിസർച്ച് ചെയ്ത ആളുടെ മാത്രം പേര് ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അൺഎത്തിക്കൽ പ്രാക്ടീസ് ആയിട്ട് മാറും. അപ്പൊ അതുമായിട്ട് സിമിലർ ആയിട്ട് വേറൊരു കാര്യമാണ് എക്സ്ക്ലൂഷൻ ഓഫ് ഓതർഷിപ്പ് എന്ന് പറയുന്നത്. ആളുകളെ പർപ്പസ്ഫുള്ളി, ഇപ്പൊ റിസർച്ചിൽ പ്രോസസ്സിൽ പങ്കെടുത്ത ആളുകളെ ഞാൻ മുമ്പ് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പല ഏരിയയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ആ ഒരു കോൺട്രിബ്യൂഷൻ പ്രോപ്പർലി നടത്തിയ ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്താൽ അത് അൺഎത്തിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അനദർ വൺ ഈസ് ഗിഫ്റ്റ് ഓതർഷിപ്പ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. മറ്റേത് നമ്മൾ ഒരാളെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത് യാതൊരു കോൺട്രിബ്യൂഷനും പ്രോപ്പറായിട്ട് തരാത്ത, റിസർച്ച് പ്രോസസ് തരാത്ത ഒരാളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഗിഫ്റ്റ് ഓതർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വെൻ സമ്മൺ ഈസ് ലിസ്റ്റഡ് ആസ് ആൻ ഓതർ on a paper without having made significant intellectual contribution to the work. This person might be included due to their position, relationship to the researcher or research group, or to enhance the purpose credibility, but they have not contributed in a meaningful way to the research writing or analysis. See, അത് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ വേണം ഒരാളെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ആ പുള്ളിക്ക് ഈ ഒരു ഓതറായിട്ട് ഇതിന്റെ റിസർച്ചിന്റെ ഒരു കൊളാബറേറ്റർ ആയിട്ട് ആഡ് ചെയ്താൽ പുള്ളിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും പുള്ളി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യത. ഇനി അതല്ല, നമ്മൾ ചെയ്ത ഒരു റിസർച്ചിന് ഒരു വൈഡർ റീഡബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏരിയയിൽ വളരെ എക്സ്പെർട്ട് ആയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളെ വേണം നമ്മൾ നമ്മുടെ കൊളാബറേറ്റർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യത. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റഡി ശ്രദ്ധിക്കപ്പെടും എന്നൊക്കെയുള്ള ചിന്തയിൽ നമ്മളിപ്പോ ഈ എന്നാ പറയുന്നത്, കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയൊക്കെ നമ്മുടെ ചില കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു റിസർച്ചിന് ഒരു വൈഡർ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ആളുകൾ ഒന്ന് നോട്ട് ചെയ്യപ്പെടാനായിട്ട് ഒരു ഫേമസ് പേഴ്സന്റെ പേരൂടെ വെച്ച്, പുള്ളി പക്ഷെ ഇതിനകത്ത് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്ത് കാണത്തില്ല, അങ്ങനെ അയാളുടെ പേരൂടെ വെച്ച് വേണമെങ്കിൽ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അൺഎത്തിക്കലാണ്. അതിന് ഗിഫ്റ്റ് ഓതർഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ അതിന്റെ എക്സാമ്പിൾ നോക്കിയാൽ പെട്ടെന്ന് ഇച്ചിരി ക്ലിയർ ആവും. എ സീനിയർ പ്രൊഫസർ ഈസ് ലിസ്റ്റഡ് ആസ് എ co-author on a paper even though they did not contribute to the writing or research process simply because of their seniority or prestige. അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വളരെ സീനിയർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ നമ്മുടെ co-author-ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പബ്ലിഷ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പറയാം. പബ്ലിഷിംഗ് പ്രോസസ്സിൽ എഡിറ്റോറിയൽ ബോർഡ് ഈ ഒരു എക്സ്പേർട്ട് എഴുതിയതാണല്ലോ, അദ്ദേഹം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ അത് പെട്ടെന്ന് റിവ്യൂ ചെയ്യാനും ഒക്കെ ആയിട്ട് സാധ്യതയാണ്. അങ്ങനെ നമ്മളൊരു മാൽ പ്രാക്ടീസ് നടത്തുന്ന പോലെ തന്നെ ഇത് ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ്. ഓണററി ഓതർഷിപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു ഭാഗമാണ്. ഇറ്റ് ഇൻവോൾവ്സ് ലിസ്റ്റിംഗ് സമ്മൺ ആസ് ആൻ ഓതർ ടു ഓണർ ദെയർ സീനിയോറിറ്റി. നമ്മുടെ കൂടെ സീനിയർ ആയിട്ടുള്ള ഒരാളെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ പേര് ചുമ്മാ നമ്മൾ ഉൾപ്പെടുത്തും. അതിനെ ഓണററി ഓതർഷിപ്പ് എന്ന് പറയാം. അതും അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ്. പിന്നെ ഹോണസ്റ്റ് ഡിസ്ക്ലോഷർ ഓഫ് ദി കോൺട്രിബ്യൂട്ടേഴ്സ്. നമുക്ക് റിസർച്ചിൽ പല കോൺട്രിബ്യൂട്ടേഴ്സ് കാണാം. ഇപ്പൊ നമ്മൾ കൊളാബറേറ്റീവ് റിസർച്ചിൽ പല ഏരിയാസിൽ കോൺട്രിബ്യൂട്ട് ചെയ്തവർ കാണാം. അവരുടെ ഓരോരുത്തരുടെയും റോള് നമ്മുടെ ഒരു റിസർച്ച് അവസാനത്തെ റിസർച്ച് ഔട്ട്പുട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും ഓരോരുത്തരുടെയും റോള് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു ട്രാൻസ്പെറൻസിയുടെ ഭാഗമാണ്, ഒത്തന്റിസിറ്റിയുടെ ഭാഗമാണ്. ഇപ്പോൾ ഇപ്പം
അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നയാൾ ഹെൽപ്പ് ചെയ്തു, ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ ഇന്നയാൾ ഹെൽപ്പ് ചെയ്തു, ഡേറ്റ കളക്ഷന്റെ കാര്യത്തിൽ ഇന്നയാൾ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അങ്ങനെ ഓരോ കൊളാബറേറ്ററും എന്ത് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ആണ് ഈ റിസർച്ചിൽ നടത്തിയത് എന്ന് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഈ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അതൊരു ആർട്ടിക്കിളായിട്ട് വരികയോ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും പ്രസന്റ് ചെയ്യുകയോ ചെയ്യുന്ന, അതായത് ഒരു അക്കാഡമിക് റൈറ്റിംഗ് പ്രോസസ്സിലൂടെ കടന്നുപോയി ഒരു കണ്ടന്റ് ആയിട്ട്, ഒരു റിട്ടൺ കണ്ടന്റ് ആയിട്ട് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഭാഗത്താണ് ഞാൻ ഈ ഒരു റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നൗ എത്തിക്കൽ റിവ്യൂ പ്രോസസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ്സ്, അതായത് നമ്മൾ റിസർച്ച് നടത്തുമ്പോഴത്തേക്ക് അതെപ്പോഴും ഒരു റിവ്യൂ ബോർഡിന്റെ, ഒരു എത്തിക്കൽ ഒരു റിവ്യൂ ബോർഡ് നമ്മളിപ്പോൾ നമ്മുടെ കോളേജിലാണെങ്കിലും ഉണ്ട്, മറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ആണെങ്കിലും ഒരു എത്തിക്കൽ റിവ്യൂ ബോർഡ് ഉണ്ട്. അതായത് ഈ പ്രത്യേകിച്ചും ഹ്യൂമൻ പാർട്ടിസിപ്പൻസോ ആനിമൽസോ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള, അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് എത്തിക്കൽ നോംസ് പാലിച്ചാണ് നമ്മുടെ റിസർച്ച് പോകുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എത്തിക്കൽ റിവ്യൂ ബോർഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻ റിവ്യൂ ബോർഡ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും കാണും. ഓർ എത്തിക്കൽ കമ്മിറ്റി ആർ എസ്റ്റാബ്ലിഷ്ഡ് ടു റിവ്യൂ റിസർച്ച് പ്രോട്ടോകോൾ ഇൻവോൾവിംഗ് ഹ്യൂമൻ പാർട്ടിസിപ്പൻസ്. ദീസ് കമ്മിറ്റീസ് എൻഷുർ ദാറ്റ് research complies with ethical standards and their approval is often required before research can commence. ഒരു റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിന്റെ ഡാറ്റ കളക്ഷൻ നടക്കുന്നത്, അത് എത്തിക്കലാണോ എന്നൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡിന്റെ അപ്രൂവൽ നമ്മൾ വാങ്ങിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും അങ്ങനെ ഒരു എത്തിക്കൽ കമ്മിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുക എന്നുള്ളതും എത്തിക്കൽ പ്രാക്ടീസിന്റെ ഭാഗമാണ്. നമ്മൾ ഇതുവരെ കണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ട് ഓഫ് റിസർച്ച്. നമുക്ക് ഈ എത്തിക്കൽ ഇതിനെ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടക്ട് ഓഫ് റിസർച്ച് ഉണ്ട്, അതിന്റെ റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച്, അതായത് പബ്ലിക്കേഷൻ ഓഫ് ദി റിസർച്ച് റിസൾട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ ഇതുവരെ കണ്ടത് ഈ കണ്ടക്ട് ഓഫ് ദി റിസർച്ചിന്റെ, റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട എത്തിക്കൽ നോംസിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇത് ഒരു പബ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ പാലിക്കേണ്ട എത്തിക്കൽ നോംസിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അതിന് നമ്മൾ പറയുന്നതാണ് എത്തിക്സ് ഇൻ ദ പബ്ലിക്കേഷൻ പ്രോസസ് ഓർ പബ്ലിക്കേഷൻ എത്തിക്സ്. എത്തിക്സ് ഇൻ ദ പബ്ലിക്കേഷൻ പ്രോസസ് ഓർ പബ്ലിക്കേഷൻ എത്തിക്സ്. സോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ പബ്ലിക്കേഷൻ എത്തിക്സിന്റെ ഭാഗമാണ്. നമ്മൾ പബ്ലിക്കേഷൻ പ്രോസസ് നിങ്ങൾക്കറിയാം, അതിന്റെ ഒരു സബ്മിഷൻ തൊട്ട് എഡിറ്റോറിയൽ, ഇനിഷ്യൽ എഡിറ്റോറിയൽ റിവ്യൂ, അതുപോലെ തന്നെ പിയർ റിവ്യൂ പ്രോസസ്, പിന്നെ അത് വീണ്ടും എഡിറ്റേഴ്സിന്റെ അടുക്ക് വരുന്നു, റിവിഷന് പോകുന്നു, റിവിഷൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ പേപ്പർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നെ അത് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെ ഒരു സബ്മിഷൻ പ്രോസസ്, ഒരു പബ്ലിക്കേഷൻ പ്രോസസ് ഉണ്ട്. സബ്മിഷൻ ടു പബ്ലിക്കേഷൻ, ഈവൻ after publication there may be a review. After publication of the article there would be a review, public review and all. അതിനുശേഷം ആളുകൾ റിവ്യൂ തരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആളുകൾ അതിനകത്തൊരു റിവ്യൂ പറയുമായിരിക്കും. ആ റിവ്യൂ അനുസരിച്ച് നമ്മൾ റിവൈസ് ചെയ്യണം. ഇനി അതിനകത്ത് എന്തെങ്കിലും എത്തിക്കലായിട്ടുണ്ടെങ്കിൽ ആളുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് റിട്രാക്ട് ചെയ്യും. അതൊരു ലോങ് പ്രോസസ്, ദാറ്റ്സ് പബ്ലിക്കേഷൻ പ്രോസസ്. ആ പബ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഓരോ ലെവലിലും, നമ്മൾ റിസർച്ചിന്റെ ഓരോ ലെവലിലും നമ്മൾ ഇത് കണ്ട പോലെ തന്നെ, നമ്മുടെ എത്തിക്കൽ നോംസ് പാലിക്കണമെന്ന് കണ്ട പോലെ തന്നെ ഈ പബ്ലിക്കേഷന്റെ ഓരോ ലെവലിലും ഓരോ സ്റ്റേജിലും നമ്മൾ എത്തിക്കൽ നോംസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സബ്മിഷൻ എത്തിക്സ്, അതായത് ആ സബ്മിഷൻ പ്രോസസ്സിൽ നമ്മൾ പാലിക്കേണ്ട എത്തിക്കൽ നോംസ്. When submitting a manuscript to a journal or publisher, ethical considerations should be carefully followed. The integrity of the manuscript submission process depends on the following. അതിനകത്ത് ഈ ഒരു സബ്മിഷൻ സ്റ്റേജിൽ നമ്മൾ എന്തെല്ലാം എത്തിക്കൽ നോംസ് ആണ് പാലിക്കേണ്ടത്? First one is originality of the manuscripts. Researchers must ensure that the work being submitted is original and has not been published elsewhere unless it is a preprint or a part of a legitimate follow-up study. Duplicate publication, publishing the same research in multiple journals without permission is considered unethical. നമ്മളൊരു റിസർച്ച് റിസൾട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ നമ്മളൊരു ജേണലിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് അതിന്റെ കൂടെ കൊടുക്കണം, ഒരു അഫിഡാവിറ്റ് പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അതായത് ദിസ് ഇസ് നോട്ട് പബ്ലിഷ് എൽസ്വെയർ ഓർ ദിസ് ഇസ് നോട്ട് പ്രസന്റഡ് എൽസ്വെയർ. വേറെ എങ്ങും നമ്മളിത് സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല, ഇത് പ്രസന്റ് ചെയ്തിട്ടില്ല, ഇതൊരു ഒറിജിനൽ റിസർച്ച് ആണ്, ഒരു ന്യൂ റിസർച്ച് ആണ് എന്ന് നമ്മൾ ഒരു പേഴ്സണൽ
സ്റ്റേറ്റ് ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് എഴുതി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളൊരു ജേണലിൽ ഇത് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ അതിന്റെ ഒത്തന്റിസിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതൊരു ഒറിജിനൽ റിസർച്ച് ആണ് എന്ന് നമ്മൾ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്മിഷൻ പ്രോസസ്സിൽ ഈ ഒരു കാര്യം നമ്മൾ എൻഷുർ ചെയ്യുന്നത്. വേറെ എങ്ങും പബ്ലിഷ് ചെയ്തിട്ടില്ല, വേറെ എങ്ങും പ്രസന്റ് ചെയ്ത് ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റഡി അല്ല, വേറെ എവിടെയോ ചെയ്ത സ്റ്റഡിയുടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എത്തിക്കൽ നോം ഇൻ ദ സബ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഓതർഷിപ്പ് ആൻഡ് അക്നോളജ്മെന്റ് ആണ്. ഓതർഷിപ്പ് മസ്റ്റ് accurately reflect the contributions of each individual involved in the research. Listing authors who did not contribute significantly or failure to acknowledge the key contributors is unethical. ഇത് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം നമ്മൾ കുറച്ചു മുമ്പ് ആ കൊളാബറേറ്റീവ് റിസർച്ചിന്റെ ഭാഗത്ത് കണ്ടപോലെ തന്നെ ഗോസ്റ്റ് ഓതർഷിപ്പ്, ഗിഫ്റ്റ് ഓതർഷിപ്പ് അങ്ങനെയുള്ള എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഓതർഷിപ്പ് ഫിക്സ് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു ആർട്ടിക്കിളിന്റെ പല പാർട്ട് കണ്ടപ്പോഴത്തേക്കും നമ്മൾ ടൈറ്റിൽ, ഓതർ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഓതർ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ക്ലിയർലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളെ മാത്രമേ നമ്മൾ ഓതറായിട്ട് ഉൾപ്പെടുത്താവുള്ളൂ. അതുപോലെ തന്നെ ഗിഫ്റ്റ് ഓതർഷിപ്പോ ഓണററി ഓതർഷിപ്പോ അങ്ങനെയുള്ളതൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ റിസർച്ചിന്റെ ഒതന്റിസിറ്റി, ക്രെഡിബിലിറ്റിയെ ബാധിക്കാനായിട്ടിടയും. അത് അൺഎത്തിക്കൽ പ്രാക്ടീസ് ആണ് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. ദെൻ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്. നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിന് സാധ്യതയുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ, ഏരിയാസ് ഉണ്ടെങ്കിൽ, അത് നമ്മൾ നമ്മുടെ ഈ ഒരു ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേപ്പറിൽ, സയന്റിഫിക് പേപ്പറിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളത്. ഓതേഴ്സ് മസ്റ്റ് ഡിസ്ക്ലോസ് എനി ഫിനാൻഷ്യൽ, പേഴ്സണൽ ഓർ പ്രൊഫഷണൽ conflicts of interest that may influence the research of it or its outcome. Failure to disclose conflicts of interest could lead to biased results, undermining the credibility of the publication. അത് മനസ്സിലായി കാണുമെന്ന് തന്നെ വിചാരിക്കുന്നത്. Now, സബ്മിഷൻ കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം നമ്മുടെ പബ്ലിക്കേഷൻ പ്രോസസ്സിൽ സബ്മിഷൻ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇനീഷ്യൽ എഡിറ്റോറിയൽ റിവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? അത് നേരെ പോകുന്നത് പിയർ റിവ്യൂ പ്രോസസ്സിലേക്കാണ്. അപ്പൊ പിയർ റിവ്യൂ പ്രോസസ്സിലും ഈ പിയർ റിവ്യൂവേഴ്സും എഡിറ്റോറിയൽ ബോർഡും ഒക്കെ ചില എത്തിക്കൽ നോംസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കാണുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ മാനുസ്ക്രിപ്റ്റ്, അതായത് പിയർ റിവ്യൂവേഴ്സ് ആർ എൻട്രസ്റ്റഡ് വിത്ത് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് മസ്റ്റ് not disclose or use the manuscript for their personal gain. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഒറിജിനൽ റിസർച്ചിന്റെ റിപ്പോർട്ടാണ് പിയർ റിവ്യൂവേഴ്സിന്റെ കയ്യിലേക്ക് കിട്ടുന്നത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരത് അവരുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മാത്രമല്ല, അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കുകയും ചെയ്യണം. കാരണം ഇത് വേറൊരാളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. വേറൊരാൾ കണ്ടുപിടിച്ച ഒരു കാര്യം ആ ഒരു റിവ്യൂവറിന് സ്വന്തം പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അത് ഈ റിവ്യൂ പ്രോസസ്സിൽ നമ്മൾ പാലിക്കേണ്ട ഒരു എത്തിക്കൽ നോമാണ്. റിവ്യൂവേഴ്സ് മസ്റ്റ് ട്രീറ്റ് ദ മാനുസ്ക്രിപ്റ്റ് ആസ് കോൺഫിഡൻഷ്യൽ, റീഡ് ഇറ്റ് വിത്ത് കെയർ ആൻഡ് നോട്ട് യൂസ് ദ ഡേറ്റ, ഐഡിയാസ് ഓർ കൺസെപ്റ്റ്സ് ഫ്രം ദ മാനുസ്ക്രിപ്റ്റ് ഫോർ പേഴ്സണൽ പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ്. കാരണം എന്താണ്? അത് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. പബ്ലിഷ് ചെയ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്കാണ് ഒരു 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 ഐഡിയയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു റിസർച്ച് ഫൈൻഡിങ് കോപ്പിറൈറ്റഡ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പബ്ലിക്കേഷൻ പ്രോസസ്സിന് തൊട്ട് മുമ്പ് വളരെ കെയർഫുൾ ആയിട്ട് വേണം ആരിത് ഹാൻഡിൽ ചെയ്യാൻ. പിയർ റിവ്യൂവർ ഇത് ഹാൻഡിൽ ചെയ്യണം. അത് എത്തിക്കൽ നോമിന്റെ ഭാഗമാണ്. ദെൻ ഇമ്പാർഷ്യാലിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി. ആ പിയർ റിവ്യൂവർ ഇത് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും വളരെ ഒബ്ജക്റ്റീവായിട്ടും അൺബൈസ്ഡ് ആയിട്ടും പാർഷ്യാലിറ്റി കാണിക്കാതെ വേണം ഇത് റിവ്യൂ ചെയ്യാൻ എന്നുള്ളതാണ് ഈ ഒരു എത്തിക്കൽ നോം പറയുന്നത്. പിന്നെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. അടുത്തെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അത് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. ആ ഫീഡ്ബാക്ക് പ്രോപ്പറായിട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് വേണം റിവ്യൂവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹാർഷ് ഓർ അൺഹെൽപ്ഫുൾ കമന്റ്സ് ആസ് വെൽ as reviews based on subjective opinion rather than objective evaluation are considered unethical. വളരെ സബ്ജക്റ്റീവായിട്ട് നമുക്ക് വേണം വിമർശിച്ച് ആ ഒരു സംഭവത്തെ ഇല്ലാതാക്കാം. അതിന് പകരമായിട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് വേണം നമ്മൾ ഓതേഴ്സിന് കൊടുക്കാനായിട്ട്. നമുക്ക് കിട്ടുന്ന ഒരു റിവ്യൂവർ എന്നുള്ള നിലയിൽ ആ റിവ്യൂവറിന് കിട്ടുന്ന മാനുസ്ക്രിപ്റ്റ് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള റിവ്യൂ കൊടുക്കണം. സബ്ജക്റ്റീവ് എലമെന്റ്സ് അതിൽ നിന്ന് ഒഴിവാക്കണം. പേഴ്സണൽ ബയസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് പറയുന്നത്. ദെൻ പബ്ലിക്കേഷൻ എത്തിക്സ് ഡ്യൂറിങ് ദ എഡിറ്റോറിയൽ ഡിസിഷൻ. അറ്റ് ദ എൻഡ് നമുക്ക് ഒരു പബ്ലിക്കേഷൻ പ്രോസസ്സിൽ നമുക്കറിയാം, അറ്റ് ദ എൻഡ് ഇറ്റ് ഈസ് ഡിസിഷൻ ഓഫ് ദ എഡിറ്റോറിയൽ ബോർഡ്. ഈവൻ റിവ്യൂ ഒക്കെ കഴിഞ്ഞ് വന്നാലും അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ളത് എഡിറ്റോറിയൽ ബോർഡിന്റെ ഡിസിഷനാണ്.
that has to be unbiased. That has to be unbiased. Editors should make decisions based solely on the quality of the manuscript and its contribution to the field without external pressure or influence from authors, institutions or sponsors. ഒരു ജേണൽ ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്പേർട്സ് ഇൻ ദ ഫീൽഡ് ആയ ഒരു സയന്റിസ്റ്റ് ആയിരിക്കാം. ആ ആളുടെ റെപ്യൂട്ടേഷന്റെ പേരിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്യപ്പെടാം ഈ ഒരു ആർട്ടിക്കിള് ജേണലിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. പക്ഷേ എഡിറ്റോറിയൽ ബോർഡ് അങ്ങനെ ഒരു ബയസ് എഡിറ്റോറിയൽ ബോർഡിന്റെ ഒരു ഇൻഫ്ലുവൻസ് എഡിറ്റോറിയൽ ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടാവരുത്. ഒരു പ്രഷറിന്റെ പേരിൽ ഒരു ഫോഴ്സിന്റെ പേരിൽ അവരിത് പബ്ലിഷ് ചെയ്യരുത് എന്നുള്ളതും എത്തിക്കൽ നോമിന്റെ ഭാഗമാണ്. എഡിറ്റേഴ്സ് ഷുഡ് ആക്ട് ഇംപാർഷ്യലി ആൻഡ് റെസിസ്റ്റ് എനി ഇൻഫ്ലുവൻസ് ദാറ്റ് കുഡ് ബയസ് ദെയർ ഡിസിഷൻ മേക്കിംഗ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ട്രാൻസ്പെറൻസി ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതായത് എഡിറ്റേഴ്സ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാം ഓർ റിജക്ട് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും ട്രാൻസ്പെറൻസി ഉണ്ടാവണം. എന്തുകൊണ്ട് ഈ ഒരു ആർട്ടിക്കിൾ ഈ ഒരു റിസർച്ച് ഔട്ട്പുട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ ക്ലാരിറ്റി വേണം. അതുപോലെ തന്നെ ഇത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട്, വളരെ ഒബ്ജക്റ്റീവായിട്ട് ഇതെന്തുകൊണ്ട് ഇത് റിജക്റ്റ് ചെയ്തു എന്ന് ആ ഓതറിന് റിപ്പോർട്ട് ചെയ്യാനും എഡിറ്റോറിയൽ ബോർഡിന് സാധിക്കണം. അത് അവരുടെ ട്രാൻസ്പെറൻസിയുടെ ഭാഗമാണ്, ഡിസിഷൻ മേക്കിങ്ങിലെ ട്രാൻസ്പെറൻസിയുടെ ഭാഗമാണ്. അതും ഒരു എത്തിക്കൽ നോമാണ്. ദെൻ പോസ്റ്റ് പബ്ലിക്കേഷൻ എത്തിക്സ്. നമ്മുടെ പബ്ലിക്കേഷൻ പ്രോസസ്സിനകത്ത് നമ്മൾ കാണുന്നതാണ്, പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് തീരുന്നില്ല. പബ്ലിഷ് ചെയ്തു കഴിഞ്ഞും ഫീഡ്ബാക്ക് വരാം, കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന്, എക്സ്പേർട്സിന്റെ ഭാഗത്ത് നിന്ന്, ഈവൻ സംടൈംസ് ഓതറിന്റെ ഭാഗത്ത് നിന്ന് പോലും അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ഫീഡ്ബാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട എത്തിക്കൽ നോംസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. കറക്ഷൻസ് ആൻഡ് റിട്രാക്ഷൻസ്. If a serious error or misconduct is discovered after the publication, like data fabrication or plagiarism, it is the responsibility of the author, editor or publisher to address it. ഒരു കാര്യം പബ്ലിഷ് ചെയ്തു പോയി എന്നതുകൊണ്ട് അത് അവിടെ കൊണ്ട് തീരുന്നില്ല. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാണ് ഇപ്പോൾ ഓതറിന്റെ ഭാഗത്തു നിന്നാണേലും, അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, അല്ലെങ്കിൽ പബ്ലിഷറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു എറർ, അതിനകത്ത് ഒരു സബ്സ്റ്റാൻഷ്യൽ വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു എറർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ അഡ്രസ് ചെയ്യാന്നുള്ളത് ഓതറിന്റെയും അതുപോലെ തന്നെ എഡിറ്റോറിയൽ ബോർഡിന്റെയും പബ്ലിഷറുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്, നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്തൊരു പ്ലേജറിസം അല്ലെങ്കിൽ ഒരു ഡേറ്റ ഫാബ്രിക്കേഷൻ അതിനകത്ത് ഡിറ്റക്ട് ചെയ്തു, അത് റോങ് ഇൻഫർമേഷൻ ആളുകൾക്ക് ഡിസമിനേറ്റ് ചെയ്ത് പോവുകയാണ്. അതിനകത്ത് പിന്നെ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആളുകൾക്ക് കിട്ടുന്ന എല്ലാം റോങ് ഇൻഫർമേഷൻ ആയിരിക്കും, റോങ് നോളജ് ആയിരിക്കും ആളുകൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് പബ്ലിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പോലും ഒരു എറർ കണ്ടു കഴിഞ്ഞാൽ അതിനെ അഡ്രസ് ചെയ്യുക. അതൊന്നുകിൽ അത് റിവൈസ് ചെയ്ത് വീണ്ടും പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ആ എൻറ്റയർ ഡോക്യുമെന്റ് മാനുസ്ക്രിപ്റ്റ് റിട്രാക്ട് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഓതറിന്റെയും അതുപോലെ തന്നെ പ്രത്യേകിച്ചും എഡിറ്റോറിയൽ ബോർഡിന്റെയും പബ്ലിഷറിന്റെയും റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ്. അത് എത്തിക്കൽ, ഈ ഒരു പബ്ലിക്കേഷൻ പ്രോസസ്സിലെ എത്തിക്കൽ നോമാണ്. അതിനെ അഡ്രസ് ചെയ്യുക. ഐദർ ഇറ്റ് ക്യാൻ ബി റിവൈസ്ഡ് ആൻഡ് പബ്ലിഷ്ഡ് അഗെയിൻ ഓർ ഇറ്റ് ക്യാൻ ബി റിട്രാക്റ്റഡ് ആസ് സച്ച്. നമ്മൾ പിൻവലിക്കുക, ആ ഒരു ആർട്ടിക്കിൾ പിൻവലിക്കുക എന്ന് പറയുന്നത് റിട്രാക്ഷൻ ആണ്, റിട്രാക്ട് ചെയ്യുക എന്നാണ് അതിന് പറയുന്നത്. അത് റിട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു എത്തിക്കൽ, ഈ ഒരു പബ്ലിഷിംഗ് പ്രോസസ്സിൽ പാലിക്കേണ്ട എത്തിക്കൽ നോമാണ്. Then respecting the right to reply. If a paper is criticized after publication, the author should be given the opportunity to defend their work and the critics should be encouraged to provide constructive feedback. ഈ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. ഒരു സയന്റിഫിക് പേപ്പർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു അലിഗേഷൻ അതിന്റെ പേരിൽ വന്നു, അത് പ്ലേജറിസം ലെവലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡേറ്റ ഫാബ്രിക്കേഷൻ ലെവലിലായിരിക്കാം, എന്ത് ലെവലിലായിക്കോട്ടെ, ഓതറിന് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ടൊരു പ്രൊവിഷൻ കൊടുക്കുക എന്നുള്ളതും എത്തിക്കൽ നോമിന്റെ ഭാഗമാണ്. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ റീഡേഴ്സിന് കൊടുക്കുക, അല്ലെങ്കിൽ പിയർ റിവ്യൂവേഴ്സിനേക്കാൾ ഇത് വായിക്കുന്ന ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതും ഒരു എത്തിക്കൽ നോമിന്റെ ഭാഗമാണ്. അപ്പോഴാണ് ഇത് വളരെ ട്രാൻസ്പെറന്റ് ആവുന്നത്. നോളജ് പ്രോപ്പറായിട്ട് ഡിസ്മിനേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോഴാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ റോങ് നോളജ് ആളുകൾക്ക് ഡിസ്മിനേറ്റ് ചെയ്യപ്പെട്ടു പോകാനായിട്ട് ഇടയാവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ട ആവശ്യമാണ്. Then there are other ethical norms like open access transparency. Open access models ensure that
research is freely available to anyone, increasing the dissemination of the knowledge. However, authors and journals must ensure that they follow ethical standards such as avoiding predatory open access publication. So, ഓപ്പൺ ആക്സസ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഒന്നുകിൽ ഓപ്പൺ ആക്സസ്, നമ്മൾ ഗോൾഡ് ഓപ്പൺ ആക്സസ് എന്നൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ ഒന്നുകിൽ നമുക്ക് ഓപ്പൺ ആക്സസ് ജേണലുകളിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓപ്പൺ ആക്സസ് മോഡൽ ആണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ പബ്ലിക്കേഷൻ ചാർജ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ഓപ്പൺ ആക്സസ് മോഡലിൽ നമുക്ക് ഹൈബ്രിഡ് ഓപ്പൺ ആക്സസിനകത്ത് പബ്ലിഷ് ചെയ്തെടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എൻഷുർ ചെയ്യേണ്ട കാര്യമാണ് പ്രിഡേറ്ററി പബ്ലിക്കേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ്. പ്രിഡേറ്ററി പബ്ലിക്കേഷൻസ് ഒഴിവാക്കുക. ഈ ഓപ്പൺ ആക്സസ് ജേണലും എത്തിക്കലായിട്ട് ഈ ഒരു പ്രോപ്പർ റിവ്യൂ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നുപോയിട്ട് വേണം അവരുടെ ജേണലിൽ ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യാൻ. ഇപ്പോൾ ബോത്ത് ഓതറും ഈ ഒരു എത്തിക്കൽ നോംസ് എൻഷുർ ചെയ്യണം, അതുപോലെ തന്നെ ഓപ്പൺ ആക്സസ് പബ്ലിഷിംഗ് മോഡൽസ് കൈകാര്യം ചെയ്യുന്നവരും അതിന്റെ പബ്ലിഷേഴ്സും എത്തിക്കൽ നോംസ് ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ അവോയ്ഡിങ് പ്രിഡേറ്ററി ജേണൽസ്, നമുക്ക് പറയാതെ തന്നെ അറിയാം പ്രിഡേറ്ററി ജേണൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ അതനുസരിച്ച് പ്രിഡേറ്ററി ജേണൽസിനെ അവോയ്ഡ് ചെയ്ത് ഒത്തന്റിക് ജേണൽസ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതും എത്തിക്കൽ നോമിന്റെ ഭാഗമാണ്. ഡിസമിനേഷൻ പ്രോസസ്സിൽ എത്തിക്സ് ഓഫ് പ്ലേജറിസം ഇൻ പബ്ലിക്കേഷൻ. പബ്ലിക് പ്ലേജറിസം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പ്രസന്റിങ് സമ്മൺ എൽസ് വർക്ക് ഓർ ഐഡിയാസ് വിത്തൗട്ട് പ്രോപ്പർ അക്നോളജ്മെന്റ് ഡിസ്റ്റോർട്സ് അക്കാഡമിക് റെക്കോർഡ് ആൻഡ് ഡിസ്റെസ്പെക്ട്സ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ അതർ റിസർച്ച്. അതായത് പ്ലേജറിസം നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിങ്ങിൽ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മുടെ ആർട്ടിക്കിളിലോ അല്ലെങ്കിൽ നമ്മൾ പ്രസന്റേഷനിലോ പ്ലേജറിസം ഉണ്ടാവരുത്. അപ്പൊ പ്രോപ്പറായിട്ട് അതിന്റെ ഓതേഴ്സിനെ, ഒറിജിനൽ ഓതേഴ്സിനെ അല്ലെങ്കിൽ ഒറിജിനൽ സോഴ്സ് പ്രോപ്പറായിട്ട് സൈറ്റ് ചെയ്തിരിക്കണം. സൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അക്നോളജ് ചെയ്തിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത് എത്തിക്കൽ നോമിന്റെ ഭാഗമാണ്. So these are the main elements which I would like to share with you regarding research and publication ethics. Research and publication ethics, അല്ലെങ്കിൽ research ethics and publication ethics. റിസർച്ച് പ്രോസസ്സിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട എത്തിക്സും അതുപോലെ തന്നെ പബ്ലിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടതാണ്. അപ്പം ഒരു റിസർച്ചിനെ സംബന്ധിച്ചത് രണ്ട് പ്രധാനപ്പെട്ടാണ്. ഈ രണ്ട് കാര്യങ്ങളും റിസർച്ച് പ്രോസസ്സിലും അല്ലെങ്കിൽ റിസർച്ച് കണ്ടക്റ്റിലും അതുപോലെ തന്നെ പബ്ലിക്കേഷൻ പ്രോസസ്സിലും എത്തിക്കൽ നോംസ് കീപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ റിസർച്ച് ഔട്ട്പുട്ട് ഒത്തന്റിക് ആയിരിക്കുള്ളൂ. ഒത്തന്റിക് അല്ലെങ്കിൽ ഒറിജിനൽ നോളജ് നമുക്ക് ഡിസമിനേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തുള്ളൂ. താങ്ക് യു.